بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، قال الإمام البخاري رحمه الله تعالى: حدثنا سعيد بن عفير قال حدثنا وهب عن يونس عن ابن شهاب قال حميد بن عبد الرحمن: سمعت معاوية رضي الله عنه خطيبا يقول: سمعت النبي صلى الله عليه وسلم يقول: من يرد الله به خيرا يفقهه في الدين. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കിതാബുൽ ഇൽം, അറിവിൻ്റെ അധ്യായത്തിൽ, ബാബു മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചവർ എന്ന അധ്യായത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഹദീസ് അദ്ദേഹം കൊടുക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു: സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആരെക്കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചിട്ടുള്ളത്, യുഫഖിഹു ഫിദ്ദീൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പാണ്ഡിത്യം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല, നുണ പറയുകയില്ല, കളവ് പറയുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് അറിയിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ പാണ്ഡിത്യം നൽകും, ദീനിൽ അറിവ് നൽകും. വളരെ ചുരുങ്ങിയ ഒരു കാര്യമാണ്. അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയണോ എങ്കിൽ നീ നോക്കുക, നിനക്ക് ദീനിൽ എന്തറിയാം, ദീൻ പഠിക്കാൻ നിനക്ക് തൗഫീഖ് നൽകപ്പെടുന്നുണ്ടോ എന്ന് നീ നോക്കുക. അതല്ല, അതിൽ നിന്ന് നീ തടയപ്പെടുകയാണോ, നിനക്ക് അതിന് തൗഫീഖ് കിട്ടുന്നില്ലേ എന്നത് നീ നോക്കുക. അപ്പോൾ നിനക്ക് എന്ത് മനസ്സിലാകും? അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നിനക്ക് മനസ്സിലാകും. അതിനാൽ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവരിൽ പെടാൻ വേണ്ടി ശ്രമിക്കുക. ഏതുപോലെ നീ സാലിഹീങ്ങളിൽ പെട്ടവനല്ലെങ്കിലും അവരെ പോലെയാകാൻ നീ ശ്രമിക്കുക. ചില കവികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നീ നല്ലവനല്ലെങ്കിൽ നല്ലവരെ പോലെ അഭിനയിക്കുക, അതേപോലെ ആക്കുക എന്ന് ചിലർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ഇത് ചെറിയൊരു നസീഹത്താണ്, ചെറിയ നേരത്തിലുള്ള ഒരു ചുരുങ്ങിയൊരു നസീഹത്താണ്. അതെന്താണ്? അത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ്. നമ്മൾ ഇൽമിൻ്റെ സദസ്സുകളിൽ നമ്മളുടെ സാന്നിധ്യം എന്താണ്? ഇൽമിൻ്റെ സദസ്സുകളോട് നമ്മളുടെ നിലപാടെന്താണ്? അതിനോട് അതവിടെ നടക്കുന്നു, ഞാനിവിടെ ഉണ്ട് എന്നതാണോ? അതല്ല, ഇൽമിൻ്റെ സദസ്സുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇൽമിൻ്റെ സദസ്സുകൾ, മറ്റുള്ള ആളുകളുടെ കാര്യമല്ല പറയുന്നത്, മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇൽമിൻ്റെ സദസ്സുകൾ ഉള്ളപ്പോൾ അതിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല
നമ്മളതിൽ നിന്നും മടിയന്മാരാണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ നമുക്ക് മറ്റു പലതുമാണ് ഇഷ്ടം എന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളെക്കുറിച്ച് വീണ്ടും ഒന്ന് ആലോചിക്കുക. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. അതുപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഉദ്ധരിക്കുന്ന حديث حدثنا علي بن خشرم قال أخبرنا عيسى بن يونس عن عمران بن زائدة بن نشيط عن أبيه عن أبي خالد الوابلي عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നും ഉദ്ധരിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാൽ ഇന്നല്ലാഹ തആല യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ആര് പറഞ്ഞിരിക്കുന്നു? അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. പറഞ്ഞതാരല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. പിന്നെ പറഞ്ഞതാരാണ്? അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഏറ്റവും സത്യസന്ധനാണ്. അതായത് അവനേക്കാൾ നന്നായി സത്യം പറയുന്നവൻ ആരുണ്ട്? അവൻ്റെ എല്ലാ വാക്കുകളും സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യബ്ന ആദം, ഏ മനുഷ്യ, ആദമിൻ്റെ മോനെ, തഫറഗ് ലി ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നീ ഒഴിഞ്ഞിരിക്കുക. അംല സദ്റക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറച്ചു തരാം, സമ്പത്ത് നിറച്ചു തരാം. നിന്റെ ഹൃദയത്തിൽ എന്ത് നിറച്ചു തരാം? സമ്പത്ത് ഞാൻ നിറച്ചു തരാം. വഅസുദ്ദ ഫഖ്റക്, ഞാൻ നിന്റെ ദാരിദ്ര്യം വീട്ടിത്തരാം, അടച്ചു തരാം. നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ അടച്ചു തരാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്തത്. തഫറഗ് ലി ഇബാദത്തി, നീ എൻ്റെ ആരാധനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കും. ഒരു ത്വാലിബ് ഇൽമിനെ പോലെ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവൻ ആരുണ്ട്? ഒരു ത്വാലിബ് ഇൽമിനെ പോലെ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവൻ, അവൻ്റെ ജീവിതം മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അവൻ ഒഴിഞ്ഞിരിക്കുകയാണ്. ത്വാലിബ് ഇൽം എന്താണ്? അവൻ്റെ ജീവിതം മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണ് അവൻ. ഒഴിവ് കിട്ടുന്ന സമയത്തിൽ ഒന്നുകിൽ അവൻ പഠിക്കുകയായിരിക്കും, അല്ലാത്ത സമയങ്ങളിൽ അവൻ നിസ്കരിക്കുകയായിരിക്കും, അതുപോലുള്ള മറ്റുള്ള ഇബാദത്തുകളിലായിരിക്കും, അല്ലെങ്കിൽ അവൻ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും, ഉറങ്ങുകയായിരിക്കും. ഒരു ത്വാലിബ് ഇൽം അങ്ങനെയാണ്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ ജീവിതം ആർക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു. ത്വാലിബ് ഇൽമിനെ പോലെ ഒഴിഞ്ഞിരിക്കുന്നവൻ ആരാണുള്ളത്? ഇൽമു പഠിക്കാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവനെ പോലെ ഒഴിഞ്ഞിരിക്കാൻ കഴിയുക ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എനിക്ക് വേണ്ടി, എൻ്റെ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. ത്വാലിബ് ഇൽമു ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? ഒരു ത്വാലിബ് ഇൽമു ചെയ്യുന്ന ഇബാദത്ത് ഏതാണ്? ത്വലബുൽ ഇൽം. ത്വലബുൽ ഇൽമിനേക്കാൾ വലിയ നാഫിലായ ഇബാദത്ത് ഏതാണുള്ളത്? ഫർദല്ല. ഫർദ് കഴിഞ്ഞാൽ ജിഹാദ് എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കൂലിയുള്ള ഇബാദത്താണ്. ഇസ്ലാമിൻ്റെ അമീറിൻ്റെ കീഴിൽ, ഇമാമിൻ്റെ കീഴിൽ, രാജാവിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ കീഴിൽ ജിഹാദ് ചെയ്യുക എന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ പ്രതിഫലത്തെക്കാൾ, അത് നിർബന്ധമല്ല ഒരാളുടെ മേലെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം എവിടെ കിട്ടും? അവന് ത്വലബുൽ ഇൽമിലൂടെ കിട്ടും. അവന് ത്വലബുൽ ഇൽമിലൂടെ കിട്ടും. അങ്ങനെയുള്ള ഇബാദത്തിലാണ് ആരുള്ളത്? ത്വാലിബ് ഇൽമുള്ളത്. ആ ത്വാലിബ് ഇൽം എന്ത് ചെയ്യുന്നു? അവൻ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നു. തഫറഗ് ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ എന്ത് ചെയ്യുക? ഒഴിഞ്ഞിരിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് കൽപ്പിച്ചത്.
കൽപ്പിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവോ? റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുക, എന്നിട്ട് അത് ചെയ്തോ കുടുങ്ങി, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാവുകയില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ വാക്ക് പാലിക്കുന്നവനാണ്. അവൻ പറഞ്ഞു, അംല സദ്റക ഗിന, നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചെയ്യും? ധന്യത നിറക്കും, സമ്പത്ത് നിറക്കും. വഅസുദ്ദ ഫഖ്റക്, നിന്റെ ദാരിദ്ര്യം ഞാൻ അടക്കും. എന്നാരാണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. വഇല്ലാ തഫ്അൽ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, വഇല്ലാ തഫ്അൽ, നീ അത് ചെയ്തില്ലെങ്കിലോ? നീ അത് ചെയ്തില്ലെങ്കിൽ എന്താണ്? മലഅതു യദൈക ശുഗ്ല, നിന്റെ കൈക്ക് ഞാൻ വർക്കുണ്ടാക്കി തരും, ഷുഗലുണ്ടാക്കി തരും, ബിസിയാക്കി തരും. നിന്റെ കയ്യിനെ, നിന്റെ കൈക്ക് ഞാൻ പണിയിട്ട് തരും. കൈ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, ജോലിയിലായിരിക്കും, ഒഴിവില്ല, സമയമില്ല. വഇല്ലാ തഫ്അൽ, എൻ്റെ ഇബാദത്തിന് വേണ്ടി നീ ഒഴിഞ്ഞിരിക്കാൻ തയ്യാറല്ലെങ്കിൽ മലഅതു യദൈക ശുഗ്ല, നിന്റെ കയ്യിന് ഞാൻ എന്ത് ചെയ്യും? രണ്ട് കൈകൾക്കും ഷുഗലിട്ട് തരും, പണിയിട്ട് തരും. വലം അസുദ്ദ ഫഖ്റക്, നിന്റെ ദാരിദ്ര്യം ഞാൻ അടക്കുകയുമില്ല. ആവശ്യത്തിനൊരു കുറവുമില്ല. എന്നാലോ നേരം വെളുത്ത് പാതിരാത്രി ആകുന്നത് വരെ പണിയുണ്ടാകും. നേരം വെളുത്ത് രാത്രിയാകുന്നത് വരെയല്ല, പാതിരാത്രി വരെ പണിയുണ്ടാവും. എന്നാലോ ആവശ്യങ്ങളൊട്ട് അവസാനിക്കുകയുമില്ല. എന്നാൽ ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ തയ്യാറായത്? അവൻ്റെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കോളും. അവൻ്റെ കാര്യം ആര് നോക്കും? റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കും. അതിനാൽ തലബുൽ ഇൽമിനെ കുറിച്ച് മറന്നുപോയവർ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറന്നുപോയവർ, അതിൻ്റെ വഴിയിൽ നിന്ന് ചാടിപ്പോയവർ, ഊരിത്തെറിച്ചവർ, അവർ അതിലേക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരേണ്ടതുണ്ട്. ഇൽമു പഠിക്കുന്നതിലേക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതുണ്ട്, ആളുകൾക്കത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. തലബുൽ ഇൽമെന്ന ആളുകളെ തടയലല്ല, മറിച്ച് തലബുൽ ഇൽമിലേക്ക് ആളുകളെ ക്ഷണിക്കണം, അതിലേക്ക് ആളുകളെ കൊണ്ടുവരണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എങ്കിൽ ഈ ലോകവും നന്നാവും, ആഖിറവും നന്നാവും. എവിടെയും നീ ആകേണ്ടത് എങ്ങനെയാണ്? മിഫ്താഹൽ ലിൽ ഖൈരി വമിഗ്ലാഖൽ ലിശ്ശർ, നീ എങ്ങനെയാണ് ആകേണ്ടത്? നന്മയുടെ താക്കോലാകണം. നീ നന്മ തുറക്കുന്ന താക്കോലാകണം, തിന്മയെ പൂട്ടുന്ന താക്കോലാകണം. നീ തിന്മയെ പൂട്ടുന്നവനാകണം, അതുപോലെ നന്മയെ തുറക്കുന്നവനാകണം. അതിനാൽ അതിനെന്ത് വേണം? അതിന് തലബുൽ ഇൽമ് വേണം, അതിന് ഇൽമു വേണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ഇലാഹുന വല്ലാഹു തആല ആലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.